കാലൊന്ന് മടക്കി വെച്ച് രണ്ട് കാലൊന്ന് നിവർത്തണേ. നിവർത്ത് ഒന്ന് താത്തിക്കോ. ഒന്ന് ചെറുതായിട്ട് നിവർത്താം. താത്തിക്കോ. ഇത് നമ്മൾ വയറും ലിവറുമാണ് ക്ലീൻ ചെയ്യേണ്ടത്. നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ല ആഹാരം കഴിക്കുക. ക്യാൻസറും സോറിയാസും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ് നിൽക്കുന്നത്, എറണാകുളത്ത് ആലുവയിലാണ്. ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ വലിയ ആശ്വാസം കൊടുക്കുന്ന ആയുർവേദ ഡോക്ടറുണ്ട്. അതാണ്ട് ഇവിടെ. ഇപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. വലിയ പണമൊന്നും വാങ്ങാതെ ചെറിയ പൈസയ്ക്കാണ് ഡോക്ടർ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഒരുപാടടുത്ത് കേരളത്തിൻ്റെ പുറത്ത് ഒരുപാട് പേഷ്യൻസ് ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഡോക്ടറെ അടുത്ത് ചോദിക്കുക എന്താണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ്, എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തു. നമസ്കാരം. ഇപ്പോൾ ക്യാൻസർ, സോറിയാസ് പോലുള്ള രോഗങ്ങൾക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പേഷ്യൻസ് വരാറുണ്ടോ? വരാറുണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഇന്ത്യക്കകത്തും പുറത്തും പേഷ്യൻസ് ഉണ്ട്. നമ്മളിപ്പം അവരുടെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഏറ്റവും വലിയ സംശയം ഉണ്ടായിരിക്കും, ക്യാൻസറിന് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആയുർവേദത്തിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് ക്യാൻസറിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. പല പേരിലാണെന്നേ ഉള്ളൂ. അർബുദമായിട്ടും ഗ്രന്ഥി വീക്കങ്ങളായിട്ടും പണ്ട് മുതലേ ആയുർവേദത്തിന്റെ ക്യാൻസറിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് സർജറി ആയിട്ട് തന്നെയാണ് പറയുന്നത്. ആദ്യമായിട്ട് സർജറി ചെയ്യുന്നത് പോലും ആയുർവേദത്തിലാണ്. അതിനുശേഷമാണ് പല ഇപ്പം മോഡേണൈസ്ഡ് എല്ലാം എക്യുപ്മെന്റ് എല്ലാം നമ്മൾ ഒരുപാട് ഡെവലപ്ഡ് ആണ്. അപ്പൊ ഇന്ന് നമുക്ക് ആയുർവേദത്തിന്റെ അകത്ത് സർജറി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലിമിറ്റേഷൻസ് ഒരുപാടാണ്. പക്ഷെ അതല്ലാതെ നമുക്ക് ആയുർവേദത്തിന്റെ അകത്ത് ഈ ക്യാൻസർ രോഗികൾ ഏറ്റവും ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ ഇവർ ഫുൾ അങ്ങ് ഡൗൺ ആവുക ചെയ്യുന്നു, ഇല്ലയോ? അപ്പം അങ്ങനെ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് അയാളെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അവർ ഹാപ്പി ആക്കി എടുക്കാൻ പറ്റും? നമുക്കിപ്പോൾ അത് ടെൻഷൻ, ഇപ്പോൾ ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ക്യാൻസർ തന്നെ പല സ്റ്റേജുകളുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, അങ്ങനെ പല സ്റ്റേജുകളുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിലൊക്കെയാണ് അറിയുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ക്യൂറബിൾ ആണ്. പിന്നെ ഇപ്പം നമുക്ക് തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ഉൾപ്പെടെ ഇപ്പം റേഡിയോ അല്ലെങ്കിൽ കീമോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ട് തന്നെ നമുക്ക് ആയുർവേദ മരുന്ന് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജിലൊക്കെ നമുക്ക് ക്യൂറബിൾ ആണ്. പിന്നെ നമ്മുടേതായിട്ടുള്ള നമ്മൾ ഈ പാരമ്പര്യമായിട്ട് തന്നെ കൊണ്ട കുറെ മരുന്നുകളുണ്ട് അല്ലേ, നമ്മൾ തന്നെ ഓൺ ചെയ്യുന്ന അല്ലേ? അല്ല, അങ്ങനെയല്ലേ? അപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഡോക്ടർ തന്നെ ഇവിടെ ചെയ്യുന്ന കുറെ മരുന്നുകളുണ്ട്. അപ്പം ഡോക്ടർ പാരമ്പര്യമായിട്ട് കുറെ മുതിർന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അവരൊരു പാനലിൽ നിന്നുണ്ടാക്കിയ മരുന്നുണ്ട്. ഈ മരുന്നാണ് ഏറ്റവും കൂടുതൽ ഇനി എഫക്റ്റീവ് ആയിട്ടുള്ളത് അല്ലേ? ഒരുപാട് പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഇപ്പൊ കീമോ ചെയ്യുന്ന പേഷ്യൻസിനാണ് നമുക്ക് അവർക്ക് സൈഡ് എഫക്ട് ഒരുപാട് ഉണ്ടാവും വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആയുർവേദ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യിപ്പിക്കും. ഇപ്പൊ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഭാഗത്തായിരിക്കാം, ചിലപ്പോൾ അത് സ്പ്രെഡഡ് ആയിരിക്കാം. അപ്പോൾ ഒരു സ്ഥലത്തുണ്ടാവുന്ന ഒരു സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ നമ്മുടെ കംപ്ലീറ്റ്ലി കുറയണം. അപ്പൊ അതിനെയൊക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും ആയുർവേദ മരുന്ന് കഴിക്കും. സോറിയാസിസിന് നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബോഡി ക്ലെൻസ് ചെയ്യുവാണ്. അതായത് സോറിയാസിസ് വരാൻ ഇപ്പോൾ ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. അതിലൊന്ന് ലിവറിൻ്റെ ടോക്സിസിറ്റി നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവന്ന് അക്യുമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത് ഒരു സോറിയാസിസ് വരാനുള്ള മെയിൻ റീസണാണ്. അപ്പോൾ അതിനെ ഒന്ന് ക്ലീൻ ഔട്ട് ചെയ്തിട്ട് ലിവർ ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ സോറിയാസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ നമ്പർ, ഡോക്ടർ നമ്പർ നമുക്ക് വീഡിയോയിൽ കൊടുക്കാമല്ലോ? കൊടുക്കാം, തീർച്ചയായിട്ടും. ഇപ്പം നമ്പർ വീഡിയോയിൽ കൊടുത്തേക്കാം, നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾ ഒരുപാടടുത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിളിച്ചാൽ കറക്റ്റ് നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച്